കാട്ടാനകൾ നാടുവിറപ്പിക്കുന്ന വാർത്തകൾ കേട്ടിരിക്കുമ്പോഴാണ് മുറിവേറ്റ ഒരു കാട്ടുകൊമ്പന് വനപാലകരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി തിരിച്ച് കാട്ടിലേക്ക് അയക്കുന്നത്. ഏറെ ദുഷ്കരമായ ഒരു ദൗത്യം അത് ആതിരപ്പള്ളി വനമേഖലയിൽ വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അതൊരു അപൂർവ സംഭവമാണ്. നമുക്കൊപ്പം വാഴച്ചാൽ DFO ലക്ഷ്മി ചേരുന്നു. വളരെ ദുഷ്കരമായൊരു ദൗത്യം. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നേക്കാം. എന്തായിരുന്നു ഇതിൽ ഏറ്റെടുക്കുവാനുള്ള? ശരിക്കും ഒരു 2 ആഴ്ച മുന്നേ, ഒരു 3 ആഴ്ച മുന്നേ ആനിമലിനെ കാണുന്നുണ്ട്. പക്ഷെ മുറിവ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് തുടങ്ങിയത് ഒരു 2 ആഴ്ച മുന്നെയാണ്. പക്ഷെ അതത്ര സീരിയസ് ആയിട്ട് നമുക്ക്, കാരണം കൊമ്പ് കുത്തി കയറിയേണ്ട ഒരു ഇതാണെന്നാണ് നമ്മളും കരുതിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് നമുക്ക് കാട്ടിനകത്ത് നിത്യമായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് നാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ആ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറി. അപ്പം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 15-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാഫും ഞങ്ങളുടെ വാച്ചേഴ്സും ഇതിനെ വീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടർമാരുടെ സംഘവും ഇവിടെ ഉള്ള നമ്മുടെ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ജില്ലയിലെ 3 ഡോക്ടേഴ്സും മാറി മാറി വരികയും അവരൊരു ടീമായിട്ട് ലാസ്റ്റത്തെ 2 ദിവസം വരികയും എല്ലാം ചെയ്തതിന് ശേഷമാണ് ആനയുടെ, കാരണം നമ്മൾ വീക്ഷിക്കുമ്പോൾ ആന ഭക്ഷണം എടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, അതിനെ ദൈനംദിനമായിട്ടുള്ള റുട്ടീനുകളെല്ലാം ആന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആനയ്ക്ക് ഒരു അവശത വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നി അത് കടന്ന് അല്ലെങ്കിൽ എണീക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചികിത്സ നൽകിയിരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പം നല്ല മൂവ്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് പെട്ടെന്ന് നമ്മുടെ കഴിഞ്ഞ 20-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്ക് ആന ഒരു ചെറിയ സ്ലോ ഡൗൺ ആയി. അപ്പോൾ തന്നെ നമ്മൾ അരുൺ സക്രിയ ഡോക്ടറിനെ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ടീം എത്തിയിട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് നിങ്ങളെല്ലാം കാണുന്ന പോലെ അതിഭീകരമായ ഒരു സംഭവവും ഓപ്പറേഷനുമായിട്ട് നമ്മളിത് മുന്നിൽ കൊണ്ടുപോയി. ആദ്യത്തെ ദിവസം നമുക്ക് ആനിമലിനെ കിട്ടി. പക്ഷേ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ആന പേടിച്ച് കാട്ടിനകത്തോട് ഓടുകയാണ് ഉണ്ടായത്. ഇന്നലെ 6 ടീമായിട്ട് തിരിഞ്ഞ് കാട് മൊത്തം പരിശോധിച്ചിട്ടും 9 കൊമ്പന്മാരെ കണ്ടു. ഇതിനെ മാത്രം നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് രാവിലെ 6:30 ആയപ്പോഴത്തേക്ക് കറക്റ്റ് ഇൻഫർമേഷൻ വന്നു. നമ്മുടെ വെട്ടിലപ്പാറ 14 ആ ഭാഗത്ത് ആനയെ കൂട്ടത്തിന്റെ കൂടെ ആണ് ഉണ്ടെന്നുള്ളത്. പക്ഷേ നമ്മൾ വാച്ചേഴ്സിനെ വിട്ടു, ലൊക്കേറ്റ് ചെയ്തു, ആനയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറിന് ഇൻഫർമേഷൻ കൊടുത്തു. പിന്നെ അത് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു 10-15-12 വണ്ടികൾ നിർത്തിയാണ് ഇതിനെ കാട്ടിനകത്ത് കയറാതെ നമ്മൾ ആ റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ നിന്നത്. അതുകൊണ്ട് ഡോക്ടറിനെ ഡാറ്റ് ചെയ്യാൻ സാധിച്ചു. അതിന് മെഡിസിനൊക്കെ കൊടുത്തു. ഇനിയിപ്പം ആന തിരിച്ച് ആ ഒരു മയക്കമൊക്കെ കഴിഞ്ഞിറങ്ങി പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതെ. കാരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മളും ഈ പറഞ്ഞ കണക്ക് ആന മുറിവേറ്റു, അതിന്റെ ആരോഗ്യസ്ഥിതി പറയാൻ നമ്മളാളല്ലേ, അത് ഡോക്ടറാണ് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലാസ്റ്റ് ഇത് ഭക്ഷണം എടുക്കലൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരുടെയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും നമുക്കത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. ആനയുടെ മുറിവിനെ കുറിച്ച് പല ആശങ്കകളും ഉയർന്നിരുന്നു. വെടിയേറ്റതാണെന്ന് അടക്കം പറഞ്ഞിരുന്നു. അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു? ഇതുവരെ ഞാൻ വന്നിട്ട് ഇവിടെ 3 വർഷമായി. ഇതുവരെ നമ്മുടെ മേഖലയിൽ ഒരു വെടിയുടെ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരിക്കും ആ വൂണ്ട് കാണുമ്പോൾ അറിയാം. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ടുണ്ടാവണം. 2 മുറിവുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണം കുറച്ച് ഡീപ്പെൻഡ് ആയിട്ട് അകത്ത് കയറിയിട്ടുണ്ട്, ഒരെണ്ണം കുറച്ച് അത്രയ്ക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഫസ്റ്റ് ഡോക്ടർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന സെഡേഷൻ ആ മൂടി നിൽക്കുമ്പോൾ തന്നെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടാണ് പരിശോധിച്ചത്. അതിനകത്ത് ഒരു ഇതിന്റെയും ട്രേസ് പോലും കിട്ടിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലായത് ആ ഡീപ്പ് വൂണ്ടാണ്, ആ കൊമ്പ് കുത്തി കയറിയ ആ ഒരു ഇതാണ്. അതിന്റെ നേസൽ ക്യാവിറ്റിയിലായതുകൊണ്ടാണ് ഈ പസ് ഇങ്ങനെ ശ്വാസം വിടുമ്പോൾ ഇത് പോകുന്നത്. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കാട് കയറിയതല്ലേ? ഇത് ആനയ്ക്ക് ചികിത്സ നൽകും എന്ന ഒരു ഉറപ്പ് തന്നെ തുടക്കത്തിലുണ്ടായിരുന്നു. ഇന്നലെ പക്ഷേ ആനയെ കണ്ടുകിട്ടാഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ടീമായിട്ട് ഇന്നലെ രാത്രിയിലൊക്കെ ഞങ്ങൾ കാട്ടിനകത്തായിരുന്നു. അതാ ഞാൻ ഈ വഴി ഇറങ്ങുമ്പോൾ ലേറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ഫുള്ള് നമ്മൾ നോക്കിയിട്ട് ആനയെ കിട്ടാതെ വന്നപ്പോൾ ഇതിനി എങ്ങോട്ട് പോയെന്നുള്ളൊരു ആശങ്കയുണ്ടായി. പക്ഷെ എന്തായാലും ദൈവത്തിൽ നമ്മൾ ഫുൾ ഇത് അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സംഭവങ്ങൾ അത് കൂടുന്നത് എന്താണ്? ഇതിന് ഇവിടെ ആളുകൾ കാട് കയറി കൂടിയിട്ടാണോ അതോ? ഇല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു മേഖല തന്നെ നിങ്ങൾ പരിശോധിച്ച് ഇന്ന് എൻ്റെ റേഞ്ച് ഓഫീസറിന്റെ ഓഫീസ് ധർണയായിരുന്നു. ആന ഇറങ്ങിയതിന്റെ പ്രശ്നം തന്നെ. കാരണം ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവാം ആനകളുടെ എണ്ണം കൂടിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആനയുടെ ഒരു പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അത് ഈ ജനവാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ആൾക്കാരുടെ കൃഷി നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടൊരു പ്രശ്നമാണത്. അതെ. നമ്മൾ കറക്റ്റ് അവരൊരു ഇൻഫർമേഷൻ തരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാലോ നമ്മുടെ സ്റ്റാഫ് അവിടെ ഓടിയെത്താറുണ്ട്. പക്ഷെ എന്നാലും അവരുടെ കൃഷിയൊക്കെ നശിച്ചു പോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു വിഷമം ഉണ്ടാവുന്നുണ്ട്. ചികിത്സ നൽകുന്നത് ഒരുപക്ഷെ മാഡത്തിന്റെ കരിയറിൽ ഇങ്ങനെ ഒരു ദൗത്യം ആദ്യമായിട്ടാണ്? ചികിത്സ നൽകിയത് ആദ്യമായിട്ടാണ് ഞാൻ. പക്ഷെ ആനയെ പിടിക്കുന്നതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുണ്ട്. പക്ഷെ ഇതെന്റെ ജീവിതത്തിലെ ഈ കരിയറിലെ ഒരു ഫസ്റ്റ് ദൗത്യമായിരുന്നു. ശരി.
എന്തായാലും മാഡം പറഞ്ഞതുപോലെ ഇത് ഒരു കരിയറിലെ ഒരു ആദ്യ സംഭവം എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് മറ്റു പലരും പറഞ്ഞത്. കാട്ടാനയ്ക്ക് അതിനെ കൂട്ടത്തിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചികിത്സ നൽകി തിരിച്ച് കാട്ടിലേക്ക് അയക്കാനായിട്ട് സാധിച്ചു എന്നത് ദൗത്യസംഘത്തിനും അഭിമാനകരമായ ആ ഒരു കാര്യമായിട്ട് തന്നെയാണ് അവർ അടയാളപ്പെടുത്തുന്നത്. മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. മയക്കുവെടി വെക്കുമ്പോൾ പ്രകോപിതനാകുന്നു. പിന്നീട് അതിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനും മതിയായ ചികിത്സ നൽകി തിരിച്ച് കാട്ടിലേക്ക് അയക്കാനും സാധിച്ചു എന്നത് ചാരിതാർത്ഥ്യത്തോടെയാണ് ദൗത്യസംഘം പങ്കുവയ്ക്കുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് ക്യാമറമാൻ ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.